രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ആന്റിസിപ്പേറ്ററി ബെയിലിന് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ കോടതിയിൽ. ആ കോടതിയിൽ നൽകിയിരിക്കുന്ന ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ വിശദമായ പൂർണ്ണ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ പോകുന്നത്. കാരണം ഇതേക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ യുവതിയുടെ മൊഴിയും രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞ കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദങ്ങൾ മുഴക്കുന്നുണ്ട്. അപ്പോ എന്താണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ പറഞ്ഞിരിക്കുന്നത്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 482 പ്രകാരം ആദ്യ അപേക്ഷ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നുണ്ട്. വസ്തുതാ വിവരണം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ 1 കേസ് നമ്പർ 1750/2025 ആയി നേമം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന BNS സെക്ഷൻ 64 ബ്രാക്കറ്റിൽ 2 2F 64 2H 64 2M 89 115 2 351 3 R/W 3-5 എന്നിവയും വിവരസാങ്കേതിക നിയമ സെക്ഷൻ 66E എന്നിവയും പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് പ്രതിയായിരിക്കുന്ന ഏക പ്രതിയാണ് ഹർജിക്കാരൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹർജിക്കാരനായ ഞാൻ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇരയെ ബലാത്സംഗം ചെയ്തുവെന്നും അതിന്റെ ഫലമായി ഇര ഗർഭിണിയായുവെന്നും പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. കൂടാതെ ഗർഭഛിദ്രം ചെയ്യണമെന്ന ഇരയെ ഭീഷണിപ്പെടുത്തിയെന്നും നിർബന്ധിച്ചുവെന്നാണ് കുറ്റാരോപണം. ഇരയുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഹർജിക്കാരൻ അവളുടെ സമ്മതമില്ലാതെ ചിത്രീകരിച്ചതും അത് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതുമായി മറ്റൊരു ആരോപണം. മൂന്നാമത്തെ കാര്യം, ഹർജിക്കാരൻ പ്രതിപക്ഷ കക്ഷിയിലെ ഒരു നിയമസഭാ അംഗവും പ്രശസ്ത യുവ നേതാവുമാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഹർജിക്കാരനെതിരെ ചില ആരോപണങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിരിക്കലും ഏതൊരു അധികാര മുന്നിലും ഇരയോ അവരുമായി ബന്ധമുള്ളവരോ നേരത്തെ പരാതി നൽകിയിരുന്നില്ല. നാലാമത്തെ കാര്യം, 27/11/2025 ഇര കേരള മുഖ്യമന്ത്രി സമക്ഷം പരാതി നൽകി. പരാതി ഉടൻ ക്രൈംബ്രാഞ്ചിലേക്കും തുടർന്ന് പ്രാദേശിക പോലീസ് സ്റ്റേഷനിലേക്കും കൈമാറി. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അഞ്ചാമത്തെ കാര്യം, മേൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹർജിക്കാരൻ ഇപ്പോൾ അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട്. അറസ്റ്റ് നടന്നാൽ റിമാൻഡിൽ കഴിയേണ്ടി വരും. അതിനാൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു. ജാമ്യത്തിനായുള്ള കാരണങ്ങൾ: 1. പ്രതിവാദി, അതായത് ഇര ഉയർത്തുന്ന എല്ലാ ആരോപണങ്ങളും തികച്ചും അസത്യവും നിസ്സാരമായതും രാഷ്ട്രീയ പ്രേരിതവുമാണ്. 2. കേസിലെ ഇര ജനം TVയിലെ ഒരു മാധ്യമ പ്രവർത്തകയാണ്. അത് BJP ഉടമസ്ഥതയിലുള്ള ചാനലാണ്. ഇര അടുത്തിടെ വിവാഹിതയായ സ്ത്രീയാണ്. ഭർത്താവ് പാലക്കാട് BJP ജില്ലാ നേതാവാണ്. ഇരയും ഭർത്താവും തിരുവനന്തപുരം അവളുടെ ഫ്ളാറ്റിൽ ചേർന്ന് താമസിക്കുന്നു. കേസ് പൂർണ്ണമായും രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള CPM BJP കൂട്ടുകെട്ടിന്റെ ഫലമാണ്. മൂന്നാമത്തെ കാര്യം, ഇര ഫേസ്ബുക്ക് മുഖേന ഹർജിക്കാരനുമായി ബന്ധപ്പെട്ടു എന്ന് പിന്നീട് ഭർത്താവ് തനിക്കെതിരെ ഗാർഹിക പീഡനം നടത്തുന്നതായി പറഞ്ഞിരുന്നു. ഇതോടെ ഇരയോട് കരുണ തോന്നിയതിനെ തുടർന്ന് പരിചയം കൂടുതൽ വളർന്നു. പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇര ഉയർന്ന വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. ഈ ബന്ധത്തിൽ ശരി തെറ്റ് അവൾക്ക് ബോധ്യമുള്ളതാണ്. ഹർജിക്കാരനാണ് ഗർഭധാരണത്തിന് കാരണമെന്ന ആരോപണം അസത്യമാണ്. നാലാമത്തെ കാര്യം, ഇര അവരുടെ ബന്ധത്തിലെ എല്ലാ നിമിഷങ്ങളും ചാറ്റുകൾ, വോയിസ് കോളുകൾ എന്നിവ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഇത് ഹർജിക്കാരന്റെ ജനപ്രിയത തകർക്കുവാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. പോലീസിൽ പരാതി നൽകുന്നതിന് പകരം ഇര ആദ്യം ഈ റെക്കോർഡുകൾ മാധ്യമങ്ങൾക്ക് കൊടുത്തു. ഇതോടെ ഈ മാധ്യമ വിചാരണ സൃഷ്ടിച്ചു. 5. ജനം TVയിൽ ജോലി ചെയ്യുമ്പോൾ ചാനലിൽ തുടരണമെങ്കിൽ ഹർജിക്കാരനെതിരെ പരാതി നൽകേണ്ടതുണ്ടെന്ന് ചാനൽ തന്നെ ആവശ്യപ്പെട്ടു എന്ന് ഇര സ്വന്തം ശബ്ദരേഖയിൽ സമ്മതിക്കുന്നു. ഈ ശബ്ദരേഖ ഹർജിക്കാരൻ സമർപ്പിക്കാം. ഇര തന്റെ ജൂറിസ്ഡിക്ഷനിലുള്ള പോലീസ് സ്റ്റേഷനിലോ മറ്റു പോലീസ് അധികാരികളിലേക്കോ പരാതി നൽകിയില്ല. പകരം കേരള മുഖ്യമന്ത്രിക്കാണ് നൽകിയിരിക്കുന്നത്. ഇത് അവരുടെ രാഷ്ട്രീയ താല്പര്യം തെളിയിക്കുന്നു. 7. സംസ്ഥാനത്ത് പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ സർക്കാരിന് സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ശബരിമല സ്വർണ്ണ കവർച്ച വിഷയത്തിലെ വിവാദങ്ങളിൽ നിന്നും ജനശ്രദ്ധ മാറ്റുന്നതിനായി CPM BJP കൂട്ടുകെട്ടാണ് ഈ ആരോപണം കെട്ടിച്ചമച്ചത്. CPM നേതാക്കൾക്കെതിരായ SIT അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ കേസ് രാഷ്ട്രീയ വൈരുദ്ധ്യത്തിന്റെ ഭാഗമാണ്. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് CPMനെ സംരക്ഷിക്കാൻ BJPയും അവരുടെ നേതാക്കളും അവരുടെ ജനം ചാനലും സഹായിച്ചു എന്ന് പ്രഥമദൃഷ്ട്യാ വെളിവാകുന്നുണ്ട്. 8ാമത്തെ കാര്യം, BNS സെക്ഷൻ
എട്ടാമത്തെ കാര്യം, BNS സെക്ഷൻ 64 പ്രകാരമുള്ള കുറ്റം ഇവിടെ നിലനിൽക്കില്ല. കാരണം ഇരയും ഹർജിക്കാരനും തമ്മിലുള്ള ബന്ധം സ്പഷ്ടമായും പരസ്പര സമ്മതത്തോടെ നടന്നതാണ്. ചാറ്റുകളും വോയിസ് കോളുകളും ഇതിന് തെളിവായി നൽകാം. ഇര സ്വന്തം നിലയ്ക്ക് തന്നെ പല സ്ഥലങ്ങളിലും ഹർജിക്കാരനെ സന്ദർശിച്ചിരുന്നു. ഒമ്പതാമത്തെ കാര്യം, സെക്ഷൻ 89 നിലനിൽക്കില്ല. കാരണം ഗർഭചിത്രം സ്ത്രീയുടെ സമ്മതമില്ലാതെ നടന്നിരിക്കണം. എന്നാൽ ഇര തന്നെയാണ് മരുന്ന് കഴിച്ച് ഗർഭചിത്രം നടത്തിയതെന്ന് സമ്മതിക്കുന്നു. അതിനാൽ ഇരയുടെ ആരോപണം സത്യമാണെന്ന് കരുതിയാലും ഗർഭചിത്രം സ്വയം തന്നെയാണ് ചെയ്തത്. പത്താമത്തെ കാര്യം, ഇര വിവാഹിതയും ഭർത്താവിനോടൊപ്പം താമസിക്കുന്നതുമാണ്. അതിനാൽ ഗർഭധാരണം ഉണ്ടായിരുന്നാലും BSA സെക്ഷൻ 116 പ്രകാരം നിയമപരമായ ഉത്തരവാദിത്തം ഭർത്താവിനാണ്. 11, ഹർജിക്കാരൻ ഒരു യുവ MLA ആണ്. ഒളിവിൽ പോകാൻ സാധ്യതയില്ല. ഇരയെ സ്വാധീനിക്കാനും കഴിയില്ല. കാരണം ഇരയ്ക്ക് തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട്. കൂടാതെ ഇര ഒരു വിദ്യാഭ്യാസമുള്ള മാധ്യമ പ്രവർത്തകയാണ്. 12, മുഴുവൻ ആരോപണങ്ങളും പൂർണ്ണമായി അസത്യമാണ്. ഹർജിക്കാരനെതിരെ കുറ്റം തെളിയിക്കുന്ന ഏതൊരു പ്രാഥമിക തെളിവുകളും രേഖകളിൽ ഇല്ല. 13, അന്വേഷണത്തിലും വിചാരണയിലും കോടതി നിർദ്ദേശിക്കുന്ന എല്ലാ നിബന്ധനകളോടും സഹകരിക്കാൻ ഹർജിക്കാരൻ തയ്യാറാണ്. 14, അന്വേഷണം തടസ്സപ്പെടുത്തുകയോ തെളിവുകൾ നശിപ്പിക്കുകയോ ചെയ്യില്ല. അന്വേഷണം സുഗമമായി പുരോഗമിക്കാൻ ആവശ്യമായ എല്ലാ സഹകരണവും നൽകും. 15, കോടതി നിർദ്ദേശിക്കുന്ന ഏത് നിബന്ധനകളും പാലിക്കുവാനും സാധുവായ ജാമ്യശൂരതകൾ സമർപ്പിക്കുവാനും തയ്യാറാണ്. 16, അപേക്ഷ പരിഗണനയിൽ നിൽക്കുന്നതിനിടെ മറ്റ് ജാമ്യാപേക്ഷകൾ നൽകിയില്ല. ഹർജിക്കാരൻ നൽകിയ മറ്റൊരു ജാമ്യാപേക്ഷയും ഏതെങ്കിലും കോടതിയിൽ നിലവിൽ പരിഗണനയിലില്ല. ഇത് ആദ്യ ജാമ്യാപേക്ഷയാണ്. 17, മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങളിൽ ഇവയും കേൾവിക്ക് ശേഷം ഉന്നയിക്കാവുന്ന മറ്റ് കാരണങ്ങളും പരിഗണിച്ച് നേമം പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 1750/2025 രേഖപ്പെടുത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഹർജിക്കാരനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടേക്കണമെന്ന് മാന്യമായ കോടതിയോട് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഇതാണ് അഡ്വക്കേറ്റ് ശേഖർ G. തമ്പി, ഹർജിക്കാരൻ ഒന്നാം പ്രതിയുടെ അഭിഭാഷകൻ എന്ന രീതിയിൽ 2025 നവംബർ 28 രാഹുൽ മാങ്കൂട്ടം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്ന ആന്റിസിപ്പേറ്ററി ബെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം വളരെ വ്യക്തമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹർജിക്കാരത്തി, അതായത് ഇര എന്ന് പറയുന്ന യുവതി താമസിക്കുന്നത് തിരുവനന്തപുരത്തെ ഫ്ലാറ്റിൽ ഭർത്താവിനോടൊപ്പമാണ്. അതുകൊണ്ട് ഹർജിക്കാരത്തി ഈ ഇര ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദി താനല്ല. മനസ്സിലായില്ലേ? താനല്ല അതിന് ഉത്തരവാദി. അത് തന്നെയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സന്ദീപ് വാര്യറും പറഞ്ഞത്. താൻ ഈ വിവാഹം നടന്ന BJP നേതാവുമായി ജനം TVയിലെ മാധ്യമ പ്രവർത്തകയായിരുന്ന യുവതിയുമായി നടന്ന അവർ രണ്ടുപേരും തമ്മിൽ നടന്ന വിവാഹം, ഗുരുവായൂരിൽ വെച്ച് താലി കെട്ടിയ വിവാഹം, ആ വിവാഹത്തിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് അവസാനിച്ചതല്ല ആ വിവാഹം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോഴും ഇവർ വിവാഹമോചിതരായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ കാരണം. അപ്പോ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായല്ലോ. വാർത്താ മാധ്യമങ്ങളിൽ പടച്ചുവിടുന്ന കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലെ യഥാർത്ഥ ആന്റിസിപ്പേറ്ററി ബെയിലിൽ പറഞ്ഞ കാര്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആയില്ലേ? പിന്നെ ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, ഗൂഢാലോചനകൾ വളരെ വ്യക്തമാണ്. എന്താണ് കാര്യം? രാഹുൽ മാങ്കൂട്ടം ഈ സ്ക്രീൻഷോട്ടുകളും ഓഡിയോകളൊക്കെ യുവതി കാലേ കൂട്ടി തന്നെ റെക്കോർഡ് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും ഭർത്താവിൽ നിന്ന് ഗർഭിണിയായ യുവതി അത് രാഹുലിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. രാഹുലിന്റെ തലയിൽ ശ്രമങ്ങൾ നടത്തിയപ്പോഴാണ് രാഹുൽ പ്രതികരിച്ചു തുടങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പോ ഈ പറയുന്ന ഭർത്താവുമായി 4 ദിവസം മാത്രമേ ഈ പറയുന്ന വിവാഹബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് പച്ചനുണയാണ്. വിവാഹമോചിതയായി എന്ന് പറയുന്നതും പച്ചനുണയാണ്. ഇവർ ഭർത്താവുമായി ഒരുമിച്ച് താമസിക്കുന്നു, ഇപ്പോഴും വിവാഹമോചിതയായിട്ടില്ല എന്ന് സാക്ഷിയായിക്കൊണ്ട് സന്ദീപ് വാര്യറും പറയുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ട്? ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങള്. അപ്പൊ തനിക്കെതിരെ ഗൂഢാലോചന നടന്നിരിക്കുന്നു. ആ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ സ്ക്രീൻഷോട്ടുകളും
ഈ സ്ക്രീൻഷോട്ടുകളും ഓഡിയോകളും ഒക്കെ മറ്റൊരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചതും ഇതൊക്കെ കാലേ കൂട്ടിയുള്ള പദ്ധതികളായിരുന്നു. വിവാഹിതയായി ഭർത്താവുള്ള യുവതി രാഹുലിനെ കുടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ രാഹുലുമായി ബന്ധം സ്ഥാപിച്ചതും അടുപ്പം കൂട്ടിയതും എല്ലാ ബന്ധങ്ങളും നടന്നതും രാഹുലിനെ വീഴ്ത്താൻ വേണ്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോ ഇതിന്റെ പിന്നിലുള്ള ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. കാരണം 2024 ഓഗസ്റ്റിൽ തുടങ്ങുന്നു, വിവാഹിതയാകുന്നു ഈ പറയുന്ന യുവതി. അത് കഴിഞ്ഞിട്ട് രാഹുൽ MLA ആയതിനു ശേഷമാണ് രാഹുലുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതും രാഹുലുമായിട്ട് ഇടപഴകുന്നതും എല്ലാം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഭർത്താവ് ഗാർഹിക പീഡനം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് രാഹുലിന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറുന്നത്. ഒരു സിമ്പതി അവിടെ ആദ്യം തന്നെ ലഭിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചു. രാഹുലുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചു. അങ്ങനെയാണ് രാഹുലിലേക്ക് എത്തുന്നത്. പക്ഷേ രാഹുലിലേക്ക് എത്തുന്നതിന് മുമ്പേ അവിടെ ഗൂഢാലോചനകൾ നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ രാഹുലിനോട് പറയേണ്ടത് ഇത്തരത്തിലാണ് ഭർത്താവ് പീഡിപ്പിക്കുന്നുണ്ടെന്ന് പറയണം. എന്നിട്ട് രാഹുലുമായി ബന്ധം സ്ഥാപിക്കണം. എന്നിട്ട് രാഹുൽ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. രാഹുലിന്റെ ഓഡിയോ ക്ലിപ്പുകൾ അത് മറ്റൊരു ഡിവൈസ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. എന്നിട്ട് അവസാനം ഭർത്താവിൽ നിന്ന് പ്രഗ്നന്റ് ആവുന്ന യുവതി അത് രാഹുലിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു. അത് രാഹുൽ കൈയൊഴിയുമ്പോ അത് ഈ പറയുന്ന റെക്കോർഡ് ചെയ്തു വെച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വിടുന്നു. കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇപ്പോ ഇതാണ് രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. മാധ്യമങ്ങൾ പടച്ചു വിടുന്നതല്ല. ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് യാഥാർത്ഥ്യം ഇതാണ്.